ഇന്ന് വടക്കൻ കേരളത്തിൽ മഴ കനക്കുമെന്നതാണ് മുന്നറിയിപ്പ്. 4 ജില്ലകളിൽ റെഡ് അലർട്ടാണ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ളത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടും തുടരുന്നുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന നിർദ്ദേശമുണ്ട്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനാണ് സാധ്യത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉയർന്ന തിരമാലകളും ഉണ്ടാകും. ആലപ്പുഴ ജില്ലയിലെ തീരങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ്. ആദ്യം KV ബൈജുവിലേക്ക്. ബൈജു, വടക്കൻ ജില്ലകളിലാണ് വലിയ മുന്നറിയിപ്പ് ഇന്ന് ഉള്ളത്. റെഡ് അലർട്ടാണ് 4 ജില്ലകളിൽ. കഴിഞ്ഞ ദിവസങ്ങളിലും ശക്തമായ മഴയുണ്ടായിരുന്നു. ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ശക്തമായ മഴയുണ്ടോ? എന്തൊക്കെ മുൻകരുതലുകളാണ് സ്വീകരിച്ചിട്ടുള്ളത്? രേണുക, വരും മണിക്കൂറുകളിൽ കാസർഗോഡ് ജില്ലയിൽ അതിതീവ്ര മഴയുണ്ടാകുമെന്നാണ് പ്രവചനം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. രാവിലെ മഴ, വലിയ തോതിലുള്ള മഴ രാവിലെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. കാലാവസ്ഥ മാറിയിരിക്കുന്നു, ഇരുണ്ട് കൂടിയിരിക്കുന്നു. മഴ വലിയ തോതിലുള്ള മലയോര മേഖലകളിൽ ഉൾപ്പെടെ വരും മണിക്കൂറുകളിൽ ശക്തമായ മഴയുണ്ടാകുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥ പ്രവചനം. എന്തായാലും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം ഒരു 2 ദിവസം തുടർച്ചയായ മഴ ഉണ്ടായതല്ലാതെ അത്ര വലിയൊരു മഴ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇനി വരും മണിക്കൂറുകൾ അങ്ങനെയല്ല. അതിതീവ്ര മഴയാണ് ഇപ്പോൾ പ്രവചനം. അതോടൊപ്പം ഈ തീരപ്രദേശങ്ങളിലൊക്കെ കടലാക്രമണവും രൂക്ഷമാണ്. പ്രത്യേകിച്ച് ബങ്കര മഞ്ചേശ്വരം മുതൽ തൃക്കരിപ്പൂർ വരെ 80 കിലോമീറ്റർ നീളത്തിൽ നീണ്ടുകിടക്കുന്ന ഈ തീരപ്രദേശങ്ങളെല്ലാം ഇത്തരത്തിൽ കടലാക്രമണ ഭീഷണിയുണ്ട്. നിരവധി വീടുകൾ കടലെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം നിരവധി വീടുകളിൽ കടലാക്രമണ ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്. ഈ പല കുടുംബങ്ങളെയും തീരപ്രദേശങ്ങളിൽ നിന്നും ഇപ്പോൾ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. ശാരദാ നഗറിൽ കഴിഞ്ഞ ദിവസമാണ് ഒരു വീട് തകർന്നു വീണത് ഇത്തരത്തിൽ കടലാക്രമണത്തിൽ. എന്തായാലും വരും മണിക്കൂറുകൾ അതിതീവ്ര മഴയുണ്ടാകും. തീരപ്രദേശങ്ങളിലുള്ളവർക്ക് പ്രത്യേകിച്ച്, അതോടൊപ്പം പുഴയോരങ്ങളിൽ താമസിക്കുന്നവർക്കും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിനോദസഞ്ചാര മേഖലയിൽ ഉൾപ്പെടെ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ നിയന്ത്രണമുണ്ട്. മലയോര മേഖലകളിൽ ഇത്തരത്തിൽ യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്നൊരു ആവശ്യവും ജില്ലാ ഭരണകൂടം മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഏതായാലും ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ ജില്ല സജ്ജമാണെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുള്ളത്. കൺട്രോൾ റൂമുകൾ ഉൾപ്പെടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും വരും മണിക്കൂറുകൾ അതിതീവ്ര മഴ പ്രവചനമുണ്ട്. അതുകൊണ്ട് അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ശരി, KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.